അയോധ്യ രാമക്ഷേത്രത്തിൽ കാണിക്കയായി ലഭിച്ച കോടിക്കണക്കിന് രൂപ കൊള്ളയടിക്കപ്പെട്ട സംഭവം ദേശീയ രാഷ്ട്രീയത്തെയാകെ ഇളക്കിമറിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഇതുമായി ബന്ധപ്പെട്ട് ഒരു സമഗ്ര വീഡിയോ ചെയ്യുകയാണ്. കാണിക്കക്കൊള്ള എങ്ങനെ പുറത്തായി? ആരാണ് കൊള്ള സംബന്ധിച്ച വിവരങ്ങൾ പുറത്തുവിട്ടത്? ഇതിലെ രാഷ്ട്രീയം എന്താണ്? BJPക്ക് ഇത് ഏത് രീതിയിലാണ് തിരിച്ചടിയാകാൻ പോകുന്നത്? കേസന്വേഷണത്തിന്റെ നിലവിലെ സ്ഥിതി എന്ത്? മോദി സർക്കാർ ഇക്കാര്യത്തിൽ എന്ത് നിലപാട് സ്വീകരിച്ചു? ഇത്രയും വിവരങ്ങൾ ഉൾക്കൊള്ളിച്ച് തയ്യാറാക്കുന്ന ഒരു സമഗ്ര വീഡിയോ ആണ് ഇത്. നിലവിൽ കേസന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘം 8 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പ്രതിപക്ഷ പാർട്ടികൾ വലിയ രാഷ്ട്രീയ പ്രചാരണ ആയുധമായി ഇപ്പോൾ തന്നെ അയോധ്യ ക്ഷേത്രക്കൊള്ള ഉപയോഗിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇതെല്ലാം BJP എന്ന രാഷ്ട്രീയ പാർട്ടിക്കും BJP ഭരിക്കുന്ന ഉത്തർപ്രദേശ് സർക്കാരിനും കേന്ദ്ര സർക്കാരിനും ഒരുപോലെ തലവേദന സൃഷ്ടിച്ചിട്ടുമുണ്ട്. അടുത്ത വർഷം നടക്കാനിരിക്കുന്ന ഉത്തർപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇത് ഏതെല്ലാം രീതിയിൽ BJPക്ക് തിരിച്ചടിയാകും എന്നാണ് ഇനി അറിയേണ്ടത്. ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റിൽ നിന്നാണ് ഈ കൊള്ളയെക്കുറിച്ചുള്ള ആരോപണങ്ങൾ പുറത്തുവരാൻ തുടങ്ങുന്നത്. കേവലം ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് കേന്ദ്രഭരണ പാർട്ടിയായ BJPയുടെ ഉറക്കം കെടുത്തുന്നതിലേക്ക് വളർന്നു. 2024 അയോധ്യ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ നടന്നതിന് പിന്നാലെ ക്ഷേത്രഭരണവും കൈകാര്യവും ശ്രീരാമ ജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റാണ് വഹിക്കുന്നത്. അയോധ്യ രാമക്ഷേത്രത്തിലെ കാണിക്കയിൽ ജീവനക്കാരും ട്രസ്റ്റും ചേർന്ന് വലിയ രീതിയിൽ കൊള്ള നടത്തുന്നതായി ഈ മാസം 7-ന് സമാജ്വാദി പാർട്ടി നേതാവ് പവൻ പാണ്ഡെ സോഷ്യൽ മീഡിയയിൽ ആരോപണമുന്നയിച്ചു. പതിവ് പോലെ ട്രസ്റ്റ് ആരോപണം നിഷേധിച്ച് രംഗത്തെത്തി. കൃത്യമായ ഓഡിറ്റിംഗ് സംവിധാനമുണ്ടെന്നും 1 രൂപ പോലും ആർക്കും എടുക്കാനാകില്ല എന്നും ട്രസ്റ്റ് വാദിച്ചു. എന്നാൽ ആരോപണങ്ങൾ കൂടുതൽ കടുപ്പിച്ച് സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ് കൂടി രംഗത്തെത്തിയതോടെ വിഷയം ദേശീയ ശ്രദ്ധയാകർഷിച്ചു. തൊട്ടു പിന്നാലെ കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികളും അഴിമതി ആരോപണവുമായി രംഗത്തെത്തിയതോടെ ഉത്തർപ്രദേശ് ഭരിക്കുന്ന BJP സർക്കാർ കടുത്ത സമ്മർദ്ദത്തിലായി. അന്വേഷണം പ്രഖ്യാപിക്കാതെ മറ്റു തരമില്ല എന്നായി. അങ്ങനെ പ്രതിപക്ഷ പാർട്ടികളുടെ കടുത്ത സമ്മർദ്ദത്തിനൊടുവിലാണ് കേസിൽ പോലീസ് FIR രജിസ്റ്റർ ചെയ്യാൻ തയ്യാറായതും 8 പേരെ അറസ്റ്റ് ചെയ്തതും. അപ്പോഴും ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി ചമ്പത് റായ്ക്കെതിരെ കേസോ അന്വേഷണമോ പോലും ഇല്ല എന്നത് ശ്രദ്ധേയം. RSS നേതൃത്വം ആവശ്യപ്പെട്ടതിനെ തുടർന്ന് ചമ്പത് റായ് കഴിഞ്ഞ ദിവസം രാജിവെച്ചു. വിശ്വഹിന്ദു പരിഷത്തിന്റെ മുതിർന്ന നേതാവ് കൂടിയായ ചമ്പത് റായ്ക്കെതിരെ ഉത്തർപ്രദേശിലെ BJP സർക്കാർ നടപടിയെടുക്കാത്തത് സ്വാഭാവിക നീതിയാണ് എന്ന് സമാജ്വാദി പാർട്ടി പരിഹസിച്ചിട്ടുണ്ട്. ക്ഷേത്രം ട്രസ്റ്റിലെ അക്കൗണ്ട്സ് വിഭാഗം മുൻ ജീവനക്കാരനായ മഹിപാൽ സിംഗാണ് ആദ്യമായി ഈ തട്ടിപ്പ് വിവരം പുറത്തെത്തിച്ചത് എന്ന് വിദേശ മാധ്യമമായ BBC റിപ്പോർട്ട് ചെയ്യുന്നു. ക്ഷേത്രത്തിൽ ഭക്തർ നൽകുന്ന സംഭാവനകളും വഴിപാടുകളും കൈകാര്യം ചെയ്യുന്നതിൽ ക്രമക്കേട് ഉണ്ടെന്നായിരുന്നു മഹിപാൽ ആരോപിച്ചത്. കാണിക്കയായി ലഭിച്ച പണവും വിലയേറിയ ലോഹങ്ങളും കൈകാര്യം ചെയ്യുന്നതിനെക്കുറിച്ചുള്ള ആശങ്ക ട്രസ്റ്റിനുള്ളിൽ പങ്കുവച്ചതിനാണ് തന്നെ പുറത്താക്കിയത് എന്നും തൻ്റെ ജീവന് ഭീഷണിയുണ്ട് എന്നും മഹിപാൽ പറഞ്ഞതായി BBC റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ചുവട് പിടിച്ചാണ് അഖിലേഷ് യാദവ് അന്വേഷണം ആവശ്യപ്പെട്ട് രംഗത്ത് വരുന്നത്. UP കോൺഗ്രസ് അധ്യക്ഷൻ അജയ് റായ്, ആം ആദ്മി പാർട്ടി MP സഞ്ജയ് സിംഗ് എന്നിവരും ഈ ട്രസ്റ്റിനെതിരെ തിരിഞ്ഞു. സഞ്ജയ് സിംഗ് പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ നിർണായക തെളിവുകളും ഹാജരാക്കിയതോടെ ട്രസ്റ്റ് ഭാരവാഹികൾ അക്ഷരാർത്ഥത്തിൽ കുടുങ്ങി. BJPയെയും സർക്കാരിനെയും ക്ഷേത്രം ട്രസ്റ്റിനെയും ആരോപണം വലിയ സമ്മർദ്ദത്തിലാക്കി. വ്യാജ വാർത്തയാണ് എന്നും ഊഹാപോഹങ്ങളാണ് പ്രചരിക്കുന്നത് എന്നുമാണ് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി പറഞ്ഞത്. ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി ചമ്പത് റായിയും ആരോപണങ്ങൾ നിഷേധിച്ചു. പക്ഷേ കൃത്യം ഒരാഴ്ചയ്ക്കകം UP സർക്കാരിന് അന്വേഷണം പ്രഖ്യാപിക്കേണ്ടി വന്നു. പ്രതിപക്ഷം കടുത്ത സമ്മർദ്ദം ആരംഭിച്ചതോടെ BJPക്കും നിൽക്കക്കള്ളിയില്ലാതായി. അങ്ങനെയാണ് BJP നേതാവ് രജനീഷ് സിംഗ് തന്നെ വിഷയത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്തയക്കുന്നത്. സംഗതി പന്തിയല്ല എന്ന് കണ്ട് പ്രധാനമന്ത്രിയുടെ ഓഫീസ് ക്ഷേത്രം ട്രസ്റ്റിനോട് അടിയന്തര റിപ്പോർട്ട് തേടി. ആരോപണം വെറുതെ തള്ളിക്കളയാവുന്ന ഒന്നല്ല എന്നായിരുന്നു പ്രധാനമന്ത്രിയുടെ ഓഫീസ് എടുത്ത നിലപാട്. വിവാദത്തിന് തീ ആളിപ്പടർന്നതോടെ പിടിച്ചു നിൽക്കാൻ യോഗി ആദിത്യനാഥ് സർക്കാരിന് മറ്റു മാർഗമില്ലാതായി. കുറ്റക്കാർ
എത്ര ഉന്നതരായാലും രക്ഷപ്പെടില്ല എന്ന് കണിശമായി നിലപാടെടുത്ത യോഗി ആദിത്യനാഥ് ലക്നൗ ഡിവിഷണൽ കമ്മീഷണർ വിജയ് വിശ്വാസ് പന്തിന്റെ നേതൃത്വത്തിൽ 3 അംഗ ഉന്നതതല പ്രത്യേക അന്വേഷണ സംഘത്തെ ഈ അന്വേഷണത്തിനായി നിയോഗിക്കുകയും ചെയ്തു. അങ്ങനെയാണ് ഇന്നത്തെ അന്വേഷണത്തിലേക്ക് കാണിക്കക്കൊള്ള എത്തിയത്. അന്വേഷണത്തിൽ പ്രത്യേക സംഘം കണ്ടെത്തിയ വിവരങ്ങൾ ഞെട്ടിക്കുന്നതായിരുന്നു. കൃത്യമായ ആസൂത്രണത്തോടെയാണ് കാണിക്ക പണം കവർന്നത് എന്നാണ് SITയുടെ കണ്ടെത്തൽ. കാണിക്ക വഞ്ചിയിൽ നിന്നെടുത്ത് എണ്ണുന്ന പണവും ബാങ്കിൽ നിക്ഷേപിക്കുന്ന പണവും തമ്മിൽ പൊരുത്തക്കേടുണ്ട് എന്ന സംശയത്തെ തുടർന്നാണ് ക്ഷേത്രം ട്രസ്റ്റ് ഭാരവാഹികളും കവർച്ച നടക്കുന്നതായി സംശയിക്കുന്നത്. സാധാരണയായി ഒരു കാണിക്ക വഞ്ചിയിൽ 6 മുതൽ 7 ലക്ഷം രൂപ വരെയാണ് ഉണ്ടാകാറുള്ളത്. എന്നാൽ ചില ആഴ്ചകളിൽ 500 രൂപയുടെ നോട്ടുകെട്ടുകളിൽ വലിയ കുറവ് കണ്ടെത്തിയതോടെ സംശയമായി. തുടർന്ന് പണം എണ്ണുന്ന മുറിയിൽ രഹസ്യ ക്യാമറകൾ സ്ഥാപിക്കുകയായിരുന്നു. പണം എണ്ണുന്ന ജീവനക്കാരുടെ ആസൂത്രിതമായ കവർച്ചകളാണ് ക്യാമറകളിൽ ഉണ്ടായിരുന്നത്. പണം എണ്ണുന്ന സമയം ഒരു ജീവനക്കാരൻ അവിടുത്തെ CCTV ക്യാമറയ്ക്ക് മുന്നിൽ മറഞ്ഞു നിൽക്കും. ഈ സമയം കൂടെയുള്ളയാൾ നോട്ടുകെട്ടുകളിൽ നിന്ന് കുറച്ച് പണം മോഷ്ടിച്ച് വസ്ത്രങ്ങൾക്കുള്ളിൽ ഒളിപ്പിക്കുന്നതാണ് രീതി. ഓരോ നോട്ടുകെട്ടുകളിലും പ്രതികൾ അധിക നോട്ടുകൾ തിരികെ കയറ്റും. പണം ഒത്തുനോക്കുമ്പോൾ ഉദ്യോഗസ്ഥർ നോട്ടുകളുടെ എണ്ണത്തിന് പകരം കെട്ടുകളുടെ എണ്ണം മാത്രം പരിശോധിച്ച് വൗച്ചർ തയ്യാറാക്കും. പിന്നീട് ഈ പണം ബാങ്കിലേക്ക് മാറ്റുന്നതിനിടയിൽ പ്രതികൾ ഈ അധിക നോട്ടുകൾ കൈക്കലാക്കുകയും ചെയ്യും. വൗച്ചറിലെ തുകയും ബാങ്കിലെ തുകയും തുല്യമായിരിക്കുമെങ്കിലും വലിയൊരു തുക ഇതിലൂടെ ചോർത്തപ്പെട്ടുവെന്നാണ് SITയുടെ കണ്ടെത്തൽ. മോഷ്ടിച്ച പണം പ്രതികൾ ക്ഷേത്ര സമുച്ചയത്തിനുള്ളിലെ ബാത്റൂമുകളിലാണ് ആദ്യം ഒളിപ്പിച്ചിരുന്നത്. പിന്നീട് അനുയോജ്യമായ അവസരം നോക്കി ഇത് ക്ഷേത്രത്തിന് പുറത്തേക്ക് കടത്തുകയും മറ്റൊരു സ്ഥലത്ത് വെച്ച് വീതിച്ചെടുക്കുകയുമായിരുന്നു. 2024 ക്ഷേത്രത്തിൽ പ്രതിഷ്ഠ നടന്നതു മുതൽ കൊള്ളസംഘം പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് SITക്ക് ലഭിച്ച സൂചന. അങ്ങനെയെങ്കിൽ കോടിക്കണക്കിന് രൂപ ഇത്തരത്തിൽ കവർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ടാകണം. 2024 ജനുവരിയിൽ ക്ഷേത്ര പ്രതിഷ്ഠ നടന്ന ആദ്യ ദിവസം കാണിക്കയായി ലഭിച്ചത് 3.17 കോടി രൂപയായിരുന്നു. 2025 സെപ്റ്റംബറിലെ വാർഷിക കണക്കുകൾ പ്രകാരം ആ സാമ്പത്തിക വർഷം 327 കോടി രൂപ വരുമാനമായി എത്തിയെന്നാണ് കണ്ടെത്തൽ. അപ്പോൾ തട്ടിയെടുത്തത് ഇതിലും എത്രയോ വലിയ തുകയായിരിക്കുമെന്ന് ഉറപ്പാണ്. എന്തായാലും കേസുമായി ബന്ധപ്പെട്ട് 8 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഒരാളുടെ പക്കൽ നിന്ന് 10 ലക്ഷം രൂപയും നേരത്തെ കണ്ടെത്തിയിരുന്നു. ഇതുവരെ ആകെ 70 ലക്ഷം രൂപയോളം കണ്ടുകെട്ടിയിട്ടുണ്ട്. ഏകദേശം 150ഓളം പേരെ നിരീക്ഷണത്തിലാക്കിയ അന്വേഷണ സംഘം 2 ഡസനോളം പേരെ വിശദമായി ചോദ്യം ചെയ്തിരുന്നു. ഈ സംഭവങ്ങളെല്ലാം BJPയിലും സംഘപരിവാർ സംഘടനകളിൽ ആകെയും വലിയ വിമർശനങ്ങൾക്ക് ഇടയാക്കിയിട്ടുണ്ട്. BJPക്കും RSSനും ഇടയിൽ വലിയ അന്തഛിദ്രവും ഇതുമൂലം ഉടലെടുത്തിട്ടുണ്ട്. അടുത്ത വർഷം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കാണിക്ക മോഷണം BJPയെ തിരിച്ചടിക്കുമെന്ന് പാർട്ടി നേതൃത്വം വിലയിരുത്തുന്നു. അതുകൊണ്ടാണ് ആദ്യം ആരോപണങ്ങൾ നിഷേധിച്ച ഉത്തർപ്രദേശ് സർക്കാരിന് തന്നെ ഒരാഴ്ചത്തേക്ക് മുൻപ് അന്വേഷണം പ്രഖ്യാപിക്കേണ്ടി വന്നത്. ക്ഷേത്രത്തിന്റെയും വിശ്വാസത്തിന്റെയും പേര് പറഞ്ഞ് നടക്കുന്നവർ തന്നെ വിശ്വാസികളെ വഞ്ചിച്ചു എന്ന് വേണം ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ. വിശ്വാസികളുടെ വിശ്വാസം വ്രണപ്പെട്ടു എന്ന് RSSന് തന്നെ പറയേണ്ടിയും വന്നു. BJPയിലെ അധികാരമാറ്റത്തിന്റെയും തലമുറ മാറ്റത്തിന്റെയും ഭാഗമായി ഈ കവർച്ചയെ കാണുന്നവരുമുണ്ട്. BJPയുടെ പ്രായപരിധി നിബന്ധന പ്രകാരം നരേന്ദ്രമോദിക്ക് സ്ഥാനമൊഴിയാൻ സമയമായിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ മോദിക്ക് ശേഷം ആര് എന്ന ചോദ്യം ഉയരും. ഇതിനുത്തരം ഇപ്പോൾ തന്നെ 2 ആണ്. ഒന്നുകിൽ യോഗി ആദിത്യനാഥ് അല്ലെങ്കിൽ അമിത്ഷാ. താരതമ്യേന ചെറുപ്പക്കാരനായ യോഗിക്കും സാധ്യത കൂടുതലാണ്. അതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ കാണിക്കക്കൊള്ളയിൽ അന്വേഷണം പ്രഖ്യാപിച്ച് കയ്യേടി നേടാനുള്ള യോഗിയുടെ ശ്രമം ചർച്ചയാകുന്നത്. മാത്രമല്ല, അടുത്ത വർഷം ഉത്തർപ്രദേശിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. സ്വാഭാവികമായും ഇത്തരമൊരു ആരോപണം ഉയർന്നാൽ അത് സർക്കാരിന്റെ പ്രതിച്ഛായയെ ബാധിക്കും. തുടർഭരണം കൊതിക്കുന്ന യോഗിയെ സംബന്ധിച്ചിടത്തോളം അത് തിരിച്ചടിയാകും. അതുകൊണ്ടാണ് മുൻപിൻ നോക്കാതെ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ച് യുദ്ധകാലാടിസ്ഥാനത്തിൽ റിപ്പോർട്ട് നൽകാനും നിർദ്ദേശിച്ചത്. ക്ഷേത്രഭരണങ്ങളിൽ സർക്കാർ ഇടപെടൽ പാടില്ല എന്ന് വാദിച്ച് സ്വതന്ത്ര സംവിധാനത്തിനായി വാദിക്കുന്ന BJP ആ തരത്തിൽ അയോധ്യയിൽ നടപ്പാക്കിയതാണ് സ്വതന്ത്ര സംവിധാനം. സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം 2019 രൂപീകരിച്ച ആ സ്വതന്ത്ര ട്രസ്റ്റ് തന്നെയാണ് ഇപ്പോൾ പ്രതിക്കൂട്ടിലായിരിക്കുന്നത്. ആരും ചോദിക്കാനില്ല എന്ന സ്ഥിതിയിലാണ് ക്ഷേത്രത്തിലെ പണം കൈകാര്യം ചെയ്യപ്പെട്ടത് എന്നാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പ്രാഥമിക റിപ്പോർട്ടിലെ കണ്ടെത്തലും. കാണിക്കക്കൊള്ളയുടെ വിമർശനം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയിലേക്ക് കൂടി നീങ്ങുന്നതും പ്രധാനമന്ത്രിക്കെതിരെ വിരൽ ചൂണ്ടപ്പെടുന്നതും BJPക്ക് തിരിച്ചടിയാണ്.
രാമക്ഷേത്രത്തിന്റെ നിർമ്മാണം മുതൽ എല്ലാത്തിനും യജമാനനായി നിന്ന മോദിക്ക് ഈ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാനാകില്ല എന്ന കുറ്റപ്പെടുത്തൽ BJPക്കുള്ളിൽ നിന്ന് തന്നെ വരുന്നുണ്ട്. BJP നേതാവ് രജനീഷ് സിംഗ് പരാതി നൽകിയത് പ്രധാനമന്ത്രിക്കായിരുന്നു. വിഷയം ഗൗരവമുള്ളതാണ് എന്നും നിസ്സാരമായി തള്ളിക്കളയരുത് എന്നും പറഞ്ഞ് ട്രസ്റ്റിനോട് പ്രധാനമന്ത്രിയുടെ ഓഫീസ് റിപ്പോർട്ട് തേടിയതും ഇതിന്റെ ഗൗരവം ഉൾക്കൊണ്ടുതന്നെയാണ്. കേസ് അന്വേഷണം മുന്നോട്ടു പോകുമ്പോൾ എത്ര തലകൾ ഉരുളുമെന്ന് കണ്ടറിയണം. അതിൽ എത്ര ഉന്നത BJP തലകൾ ഉണ്ടാകും എന്നും കണ്ടറിയേണ്ടിയിരിക്കുന്നു.